പാർലമെന്റ് മാത്രം ഞാൻ ചോദിക്കുള്ളൂ. അല്ല വേറെ ഒന്നും ചോദിച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. പാർലമെന്റ് ചോദിച്ചുള്ളൂ. പാർലമെന്ററി കാര്യ മന്ത്രി സാധാരണഗതിയിൽ പാർലമെന്റിൽ സ്തംഭനമുണ്ടായാൽ ഭരണ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്ത് ആ സ്തംഭനം ഒഴിവാക്കാൻ നേതൃത്വം കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ പാർലമെന്റ് ഡിസ്റ്റർബിംഗ് മിനിസ്റ്ററായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇവിടെ അഫയേഴ്സ് മിനിസ്റ്റർ അല്ല. അയാൾ തന്നെ എല്ലാ ദിവസവും രാവിലെ എന്താ ചെയ്യുന്നത്? പ്രൊവോക്കേറ്റ് ചെയ്യാണ്. പ്രതിപക്ഷത്തെ ഇത്ര മോശമായ രീതിയിൽ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ പാർലമെന്റ് തുടങ്ങുമ്പം പറയും, പാർലമെന്റിനകത്തും പറയും. ഇതെന്തിനാണ് മനസ്സിലായി? ഇത് ക്ലിയർ ഡിസൈനാണ്. ഈ പാർലമെന്റ് നടത്താൻ ഭരണപക്ഷത്തിനും മോഡിക്കും യാതൊരു താല്പര്യമില്ല. പാർലമെന്റ് ഇന്നിപ്പം നിങ്ങൾ കണ്ടു, ഇന്നലെ കണ്ടു. ഞങ്ങൾ കഴിഞ്ഞത് കുറേ ദിവസമായിട്ട് പറയുന്നത് ആകെ ഒറ്റ കാര്യമേ ഉള്ളൂ. വളരെ അപകീർത്തികരമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട്, ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ടും കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടും നിഷികാന്ത് ദുബെ പറഞ്ഞ കാര്യം അപകീർത്തികരമായി സഭാരേഖകളിൽ പാർലമെന്ററി അല്ലാത്ത വാചകങ്ങളുണ്ട്. ആ പാർലമെന്ററി അല്ലാത്ത വാചകങ്ങൾ നീക്കം ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളിത് എഴുതി കൊടുക്കുകയും ചെയ്തു. എഴുതി കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ പറഞ്ഞു, എഴുതിത്തരാൻ പറഞ്ഞു, എഴുതി കൊടുത്തു. ഞങ്ങൾ എഴുന്നേറ്റ് ആവശ്യപ്പെടുന്ന എന്താണ്? അത് സഭാ നടപടികൾ പരിശോധിച്ച് നീക്കം ചെയ്യുമെന്ന് പറയാൻ സ്പീക്കർ തയ്യാറാകണം എന്ന് മാത്രമാണ്. പക്ഷെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ സഭ അഡ്ജേൺ ചെയ്യാണ്. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ സഭ അഡ്ജേൺ ചെയ്യാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, 12 മണിക്ക് അഡ്ജേൺ ചെയ്ത് നാളത്തേക്ക്. അപ്പോൾ സഭ നടത്താൻ താല്പര്യമില്ല. ഇതിൻ്റെ ലക്ഷണം എന്താണെന്ന് അറിയില്ലേ? അദാനി വിഷയം പാർലമെൻറ്റിൽ ഉയരാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പറയാൻ ആരോപണം ഉണ്ടെങ്കിൽ അവരെ പറയട്ടെ ഞങ്ങൾക്കെതിരായിട്ട് ഈ ചർച്ചകളിൽ. പക്ഷേ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തില്ലാത്ത വണ്ണം പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മോക്കറിയാക്കി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ്. പാർലമെന്റിനെ അപ്രസക്തമാക്കിയിരിക്കണം. ഇന്ത്യ മുന്നണിയിൽ എതിർപ്പുണ്ടെന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ സ്ട്രാറ്റജി ഇന്ത്യ അലയൻസ് മാറ്റേണ്ടതുണ്ടോ? ഒരു നിങ്ങളെ ഇന്ത്യ അലയൻസ് വളരെ കെട്ടുറപ്പോടെ നിൽക്കുന്ന അലയൻസാണ്. ആ ഇന്ത്യ അലയൻസിൻ്റെ സ്വഭാവം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അത് പ്രാദേശികമായി ചില കക്ഷികൾ ഫൈറ്റ് ചെയ്യുന്നവരാണ്, പരസ്പരം മത്സരിക്കുന്നവരാണ്. ദേശീയ തലത്തിൽ ഞങ്ങളുടെ ലക്ഷ്യം BJPയെ തകർക്കുക എന്നുള്ളതാണ്, BJPക്കെതിരായി പോരാടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഒന്നിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ സ്ട്രാറ്റജി വളരെ ക്ലിയറാണ്. ഇന്ത്യ മുന്നണി യോഗം കൂടി തീരുമാനിച്ചതാണ്. ആ യോഗം കൂടി തീരുമാനിച്ച സ്ട്രാറ്റജി അനുസരിച്ചാണ് ഞങ്ങൾ പാർലമെൻറ്റ് നടപടിയായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോഴും സഹകരിക്കും. പക്ഷേ ഭരണപക്ഷത്തിന് സഭ നടത്തണ്ടെങ്കിൽ പിന്നെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? സഭ വിളിച്ചുകൂട്ടിയവർ തന്നെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ലാലു പ്രസാദ് യാദവിന്റെ പ്രതികരണം. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പുണ്ടോ? അതിന് 29 ഉള്ളൂ. അതിന് മുമ്പേ വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. കേരളത്തിലേക്ക് വരുമ്പോഴേ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ചാണ്ടി ഉമ്മനെ ഉൾപ്പെടുത്തിയില്ല, അവഗണിച്ചു എന്ന പരാതി വരികയാണ്. നിങ്ങൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ചോദിച്ചത്. ആദ്യത്തെ നിങ്ങൾക്ക് കൊടുക്കില്ല. ഞങ്ങൾ ഇന്നലെ മുഴുവൻ നിങ്ങളെ മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ മാധ്യമങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇന്നലെ മുഴുവൻ നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്ത് സോറസിൻ്റെ ആരോപണം രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും കോൺഗ്രസിനെതിരായിട്ടും. ഇന്ന് അവരുടെ അതേ മാധ്യമത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. ആകെ ഞാൻ കണ്ടതൊരു പത്രത്തിൽ ഹിന്ദുവിൽ ഒരു 1 കോളം പ്രസ്താവനയാണ്. BJPക്കെതിരായിട്ട് അവർ നടത്തിയ പ്രസ്താവന. BJP ഇതിനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും അവരുടെ റിപ്പോർട്ടിനെ, യഥാർത്ഥ റിപ്പോർട്ടിനെ ദുരുപയോഗപ്പെടുത്തുന്നു. നിങ്ങളൊരാളും അത് കൊടുക്കില്ല, എനിക്കറിയാം. നിങ്ങൾക്ക് ആകെ താല്പര്യം എന്താണ്? നിങ്ങൾക്കും അദ്ദേഹത്തിന് എറണാകുളം മാധ്യമത്തിന് അങ്ങനെ താല്പര്യമില്ലാത്തതാണ്. നിങ്ങൾക്ക് ഈ അഡാനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ദേഷ്യം വരുന്നത്? എന്താ വരുന്നത്? നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്? നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ കൊള്ളയടിക്കുന്നത്. ഇപ്പം LIC കാരുടെ ചർച്ചയാണ്. ഇപ്പം LIC അഡാനി കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല. ഏത് നിങ്ങൾ ഭൂമിക്കും ആകാശത്ത് താഴെയുള്ള എല്ലാ വിഷയങ്ങളും എന്നോട് ചോദിക്കാൻ നിർച്ചിട്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റൂ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ പാർട്ടിയിലുള്ള കൊച്ചു പ്രശ്നങ്ങളെല്ലാം ഇരുന്ന് പ്രവർത്തകരെയും കൂടെ ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തീർക്കാനുള്ളൊരു മെക്കാനിസം ഞങ്ങൾക്ക് കേരളത്തിലുണ്ട്. അതവർ ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞാൻ കുറച്ച് ഇന്ത്യ അലയൻസിലെ തൃണമൂൽ കോൺഗ്രസും SP-യും ഈ പ്രൊട്ടസ്റ്റുകളിൽ പങ്കെടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റീവ് ടാക്ടിക്സ് ആണ്. ഞങ്ങൾ നടത്തുന്ന പ്രൊട്ടസ്റ്റിൽ അവരെല്ലാം പങ്കെടുത്തിരുന്നു, അവരിടക്ക് പങ്കെടുക്കുന്നുമുണ്ട്.
അങ്ങനെ ആരും ബോയ്ക്കോട്ട് ചെയ്യുന്നില്ല. തെറ്റിദ്ധാരണ.